Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ്. ഈ ചപ്പാത്തിയുടെ കൂടെ, നാൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം പാലക് പനീർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം പാലക് നല്ലവണ്ണം ഉപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി വേറെ എന്തൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീർ ഇങ്ങനെ ചെറിയ ക്യൂബായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ പേസ്റ്റ് ആക്കിയത്. പിന്നെ 3 ഗാർലിക്കിൻ്റെ ക്ലോവ്സ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ചെറിയൊരു പീസ് ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത്. 2 പച്ചമുളക്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രഷ് ക്രീമാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കാഷ്യൂ പേസ്റ്റ് അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അതിന് ബ്ലാഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ കുറച്ച് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് പാലൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക, ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ നല്ല വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെടുത്തിട്ടൊരു തണുത്ത വെള്ളത്തിലോട്ട് നമുക്കിടാം. ഇതെടുത്തിട്ട് തണുത്ത വെള്ളത്തിലിടാം. ഇനി ഇത് പിഴിഞ്ഞൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഇത് നമുക്കിത് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരുന്ന ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഇട്ട് അരച്ചെടുക്കാം. പാലക്ക് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിൽ 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. സ്വല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ചൂടാക്കുക. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ മാറിടം വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ടൊമാറ്റോ നല്ല വഴണ്ട് നിൽക്കുകയാണ്. ഇവിടെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തത്. ഇനിയും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഒന്ന് ചൂടാക്കുക. ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഇടുന്നില്ല. പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ ഇടാവുന്നതാണ്. ഇപ്പോൾ മസാലയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം വെള്ളം ഒഴിക്കുക. മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരുന്ന പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. നമ്മുടെ പനീർ കുക്കായിട്ടുണ്ട്. തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.